ഹായ് ഹലോ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതാ രാവിലെ തന്നെ പുഴയിലാണ് കേട്ടോ. രാവിലത്തെ പരിപാടിയൊക്കെ വീട്ടിനുള്ളിലത്തെ പരിപാടിയൊക്കെ തീർത്തിട്ട് നമ്മൾ പുഴയിലേക്ക് വന്നതാണ് കേട്ടോ. വേഗം അലക്കിയെല്ലാം കഴിഞ്ഞ് ഞാൻ വെയിൽ ഭയങ്കര ചൂടല്ലേ, ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ ഡ്രസ്സൊക്കെ ഉണങ്ങിക്കിട്ടും. അപ്പോഴത്തേക്ക് നമ്മൾ രാവിലെ തന്നെ ലേശ തുണിയേ ഉള്ളൂ കേട്ടോ. നമ്മൾ വൈകുന്നേരം അലക്കിയതാണ്. അങ്ങനെ വെയിലൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് അലക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു 10-12 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ തുണിയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ആ സൈസ് ചൂടാണ്. വെള്ളമൊക്കെ നല്ല കുറഞ്ഞു വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, നല്ല വെള്ളമുണ്ട് കേട്ടോ. മഴയാകുമ്പോഴത്തേക്കും നല്ല വെള്ളമൊക്കെ കയറുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പം നമുക്ക് നിൽക്കുമ്പോൾ അത്ര വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അടുത്ത 2 മാസം ആകുമ്പോഴത്തേക്ക് നല്ല വെള്ളമൊക്കെ കുറഞ്ഞ് ലേശ വെള്ളമാവും കേട്ടോ. പക്ഷേ ഇത് വറ്റൂല. അന്നേരം നല്ല വെള്ളം ഉണ്ടായി ഇരുന്ന പുഴയാണെന്ന് ആരും പറയില്ല കേട്ടോ. അതുപോലെ വെള്ളം കുറയേ. ചൂട് കൊണ്ട് ഇപ്പം തന്നെ ചൂടൊക്കെ തുടങ്ങി. ഇനി 2 മാസം ആകുമ്പോഴത്തേക്ക് നല്ല ചൂടായിരിക്കുമല്ലോ. എൻ്റെ കൂടെ കുഞ്ഞൂട്ടനും ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അവന് പുഴയിലൊക്കെ ഞങ്ങൾ ഇറക്കാത്തതുകൊണ്ട് അവനൊരു ആകാംക്ഷ, അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അച്ചൂട്ടനും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അത് അതിന് ഇതിൽ കൂടിയൊക്കെ ഓടിക്കളിക്കാണ്. ഇവിടെ കല്ലായതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങളെ കൂടെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നാലും കുളിപ്പിക്കുക അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ പക്ഷെ നമുക്ക് പുഴയുള്ളതാണ് കേട്ടോ ഏറ്റവും നല്ലൊരു ആശ്വാസം. കുറച്ച് നേരം ഇവിടെ വന്നിരുന്നാൽ അടിപൊളിയായിട്ട് തണുപ്പെല്ലാം അങ്ങ് മാറിക്കിട്ടും. അമ്മയുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട്. അങ്ങനെ അമ്മേനോട് എന്തൊക്കെയോ വർത്താനമൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുട്ടൻ മെണ്ടു പിടിക്കുക മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ടേ. അങ്ങനെ നമ്മൾ അലക്കെല്ലാം കഴിഞ്ഞ് മേലേക്ക് കയറി പോകണം. കുഞ്ഞൂട്ടിനിവിടെ ഇറങ്ങി വരാൻ ഭയങ്കര പേടിയാണ്. വഴി കണ്ടിട്ടുണ്ടെങ്കിൽ കല്ല് ഉണ്ടായതുകൊണ്ട് ഭയങ്കര പേടിയാണ്. ആരെങ്കിലും ഇല്ലാണ്ട് നമുക്ക് മേലേക്ക് കയറാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ കുഞ്ഞൂട്ട് സ്വന്തമായിട്ട് ലേശം വഴി വരെ ഇറങ്ങുള്ളൂ. പിന്നെ അങ്ങോട്ട് അതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യമാണ്, പുഴയിലേക്ക് പോകില്ലാന്ന്. പിന്നെ നമ്മളിതാ വന്നിട്ട് നമ്മൾ ഓട്സ് കൊണ്ട് ഓംലേറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ട് ഒരു ലേശം പാലൊഴിച്ച് കുതിർത്താൻ വെക്കണേ ഒരു 15 മിനിറ്റ്. അങ്ങനെയാണ് കേട്ടോ അവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മളെന്താക്കി അങ്ങനെ കുതിർത്തട്ടെ, പാലും ഓട്സൊക്കെ ഉണ്ട്, അന്നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ടേ. അതവിടെ 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സവാള വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കണം. നമ്മളതിലൂടെ ക്യാരറ്റൊന്നും ഇല്ല കേട്ടോ. ക്യാരറ്റൊക്കെ ഇടുന്നുണ്ട് അവർ. വേണമെങ്കിൽ ക്യാരറ്റ് ക്യാപ്സിക്കം അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളെ ഓട്സൊക്കെ ഇവിടെ പാലിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ വലിയൊരു സവാള തക്കാളി കുരു കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കണ്ടേ. അങ്ങനെ അതിന് മുറിച്ചെടുത്തത് ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇവിടെ എരിവ് എല്ലാവർക്കും കുറവല്ലേ വേണ്ടോ, അന്നേരം ഓംപ്ലേറ്റും കൂടി അല്ലേ, ലേശം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. അങ്ങനെ ലേശം ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് നേരെ ഓംപ്ലേറ്റ് അഴിച്ചെടുക്കാം. അങ്ങനെ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഇതാ നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ ആ പാലിൻ്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതാ നമ്മളെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചട്ടി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. ദോശക്കല്ലിലാണേ ഒഴിക്കുന്നത്, എങ്ങനെ വരുന്നൊന്നും അറിയില്ല. പിന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം എന്നാണ്. എല്ലാം നമ്മളൊന്ന് ആ സവാളയൊക്കെ ഒന്ന് എന്താ പറയുക സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ചെരിഞ്ഞു പോയി കേട്ടോ. അങ്ങനെ അതിനെ പിടിക്കാൻ പോയപ്പോൾ ഇതിൻ്റെ മറന്നുപോയി. അങ്ങനെ എല്ലാം കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി കൊടുക്കണം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. എന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ചെയ്തവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാനിതാ നല്ലോണം മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വന്ന് പൊളിച്ചൊക്കെ തുറന്നല്ല നോക്കുന്നുണ്ടേ. പിന്നെ നമ്മൾ മീൻ വറുത്ത അവയോണ്ട് തന്നെയാണെന്നത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മീനല്ലേ, ഇനി അതിനെ കഴുകിയിട്ടൊക്കെ വരണ്ടേ എന്ന് വിചാരിച്ച് അതിനെ കൊണ്ട് ഞാൻ ഷട്ടകം തിരിച്ചിട്ടുണ്ട്. ചെറിയൊരു പണി പാടി ഗൈസ്.
അത് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കേട്ടോ. പിന്നെ തിരിച്ചലിട്ട് നമ്മൾ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ വൈകുന്നേരം വിശേഷമാണ് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞിതാ മേലേക്ക് നടക്കുവാണ്. നോക്കുമ്പോൾ അമ്മയും കുഞ്ഞോട്ടനും മക്കളൊക്കെ ഇവിടെ മേലെ കളിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. പോസ്റ്റ് നമ്മൾ മഴയത്ത് വീണതാണ്, അവിടെ വന്നിരിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരാം. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.